സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലകിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലയിച്ചു നാണം കെട്ട് നടക്കുന്നത് ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ട് നടക്കുന്നത് ചിലർ. കൊഞ്ചിക്കൊണ്ട് വളർത്തുന്നൊരു പൈതലെ കഞ്ഞിക്കില്ലൊന്ന് വിൽക്കുന്നതു ചിലർ. നന്ദി. കുഞ്ഞുങ്ങളെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചൊല്ലിയ കവിത ഓർമ്മയുണ്ടോ? ജ്ഞാനപ്പാന എന്ന കവിതയിലെ ചില വരികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലിയത്. അപ്പോൾ ആ കവിതയിലെ ബാക്കി വരികൾ ചൊല്ലട്ടെ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും പാഠപുസ്തകം എടുക്കുക. ടീച്ചർ കവിത ചൊല്ലാം. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കാത്ത, ആഹാരം പോലും കൊടുക്കാത്ത, അവരെ നല്ലതുപോലെ നോക്കാത്ത ചിലർ ഇവിടെ ഉണ്ട് അല്ലെ? അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും ആഹാരം പോലും കൊടുക്കാതെ അവരെ നോക്കാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഈ കവിത ആരാണ് എഴുതിയത്? പൂന്താനം നമ്പൂതിരി. പൂന്താനം നമ്പൂതിരിയെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയില്ലേ എല്ലാവർക്കും? ഇതാണ് പൂന്താനം നമ്പൂതിരി. അപ്പോൾ എല്ലാവർക്കും ഈ രണ്ടുപേരും മനസ്സിലായോ? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. ഉണ്ണാൻ പോലും അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കാത്ത ചിലർ ഇവിടെയുണ്ട് അല്ലേ? അമ്മയെയും അച്ഛനെയും ഉപേക്ഷിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ടല്ലേ? അപ്പൊ അതുപോലെയാണ് അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും ആഹാരം പോലും, ആഹാരത്തിനുള്ള വക പോലും കൊടുക്കാത്ത ചിലർ ഈ ലോകത്ത് ഉണ്ട്. അത് പാടില്ല അല്ലേ? അവരെ നമ്മൾ നോക്കേണ്ട കടമ നമുക്കുണ്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും? സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. എന്താണ്? ചില ആളുകൾ കാര്യങ്ങൾ കാണുകയും ശിക്ഷിക്കുകയും ഉപദേശിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ശത്രുവിനെ പോലെ ദേഷ്യപ്പെടുന്ന ചിലർ ഇവിടെയുണ്ട്. ശത്രുവിനെ പോലെ ദേഷ്യപ്പെടുന്ന ചിലർ ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. ബഹുമാനിക്കേണ്ടവരെ കാണേണ്ട സമയത്ത്, ബഹുമാനിക്കുന്നവരെ നമ്മൾ എങ്ങനെ കാണണം? അവരെ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമസ്തേ എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്ത്, ബഹുമാനിക്കേണ്ടവരെ കാണുന്ന നേരത്ത് അപമാനിക്കുന്ന, നിന്ദിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. എന്താണ്? ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം കറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം കറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കവിത മനസ്സിലായല്ലോ? ജ്ഞാനപ്പാന എന്ന കവിതയിലെ ചില വരികളാണ് നമ്മൾ ഇവിടെ ചൊല്ലിയത്. കുറച്ചു വരികളാണ് നമ്മൾ ചൊല്ലിയത്. ഈ കവിത എഴുതിയത് ആരാണ്? പൂന്താനം നമ്പൂതിരി. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും ഈ ബോർഡിലേക്ക് നോക്കുക. ടീച്ചർ കുറച്ച് അർത്ഥം എഴുതിയിട്ടുണ്ട്. അർത്ഥം: ശിക്ഷിച്ചു ചൊല്ലുക, ഉപദേശിക്കുക.
ക്രുദ്ധിക്കുക, കോപിക്കുക. വന്ദിതന്മാർ, വന്ദിക്കപ്പെടേണ്ടവർ. നിന്ദിക്കുക, അപമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ കവിത മനസ്സിലായല്ലോ? എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.